everyone, good evening, welcome back to Xylem Learning. Arunama Miss ആണ്. നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുണ്ടല്ലോ ദ മിസ്റ്ററി ഓഫ് ഫുഡ് എന്ന് പറയുന്ന ഒരു ഏരിയ. ദ മിസ്റ്ററി ഓഫ് ഫുഡ് എന്നുള്ള ഏരിയയിൽ തന്നെ നമ്മൾ മൈക്രോബ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് മൈക്രോബ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ അല്ലെ നമുക്കതിൽ മൈക്രോ ഓർഗാനിസത്തെയാണ് റെഫർ ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെയുണ്ട് അല്ലെ മൈക്രോ എന്ന് പറഞ്ഞാൽ തന്നെ സ്മോൾ എന്നാണ് മീനിങ്. അപ്പൊ സ്മോൾ ആയിട്ടുള്ള ഓർഗാനിസം. അപ്പൊ സ്മോൾ ആയിട്ടുള്ള ആൻഡ് നിങ്ങൾക്കറിയാം അല്ലെ ഉറുമ്പിനെ നമ്മൾ മൈക്രോ ഓർഗാനിസം ആയിട്ട് കൺസിഡർ ചെയ്യോ? ഇല്ല. നേക്കഡ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ആളുകളെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസം എന്ന് പൊതുവെ പറയാറ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലെ, ഡിഡ് യു എവർ ഫോർഗെറ്റ് യുവർ അൺവാഷ്ഡ് ലഞ്ച് ബോക്സ്? നമ്മുടെ ലഞ്ച് ബോക്സ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? സം പാച്ചസ് അല്ലെ. ഈ പാച്ചസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് ആണ് ദ എക്യുപ്മെന്റ് വിച്ച് യൂസ്ഡ് ടു സീ മൈക്രോ ഓർഗാനിസം. നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് അവരെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ കാണാനും അവരുടെ മോഷൻസ് ഒക്കെ നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി? മൈക്രോസ്കോപ്പിനകത്ത് വെച്ച് നോക്കിയാൽ മതി. സോ എന്താണ് ഈ മൈക്രോബ്സ് എന്നുള്ളത് ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ എഴുതേണ്ട ആൻസർ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സോ നമുക്ക് അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. മൈക്രോബ്സ് അല്ലെ അവരെ നമ്മൾ എന്ത് പറയും? മൈക്രോ ഓർഗാനിസം അല്ലെ. മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ആർ ലിവിംഗ് ഓർഗാനിസം ടു സ്മോൾ ടു ബി സീൻ ബൈ നേക്കഡ് ഐ വിച്ച് ഇൻക്ലൂഡ്സ് ബാക്ടീരിയ, ഫംഗസ്, ആൽഗെ, പ്രോട്ടിസ്റ്റ് അല്ലെ, വൈറസ്. ഇവരൊക്കെ എന്താണ്? മൈക്രോബ്സ് ആണ്. സോ മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്ടീരിയ ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ചൊരു പേടിയുള്ള ആളുകളാണ് അല്ലെ, ബിക്കോസ് ദേ ആർ ഡിസീസ് കോസിങ്. എന്നാൽ എല്ലാ മൈക്രോ ഓർഗാനിസവും ഡിസീസ് കോസിങ് ആണോ? ഒരിക്കലും അല്ല. ദർ ആർ സം മൈക്രോ ഓർഗാനിസം വിച്ച് ആർ ബെനിഫിഷ്യൽ ടു മാൻകൈൻഡ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സോ ദ ഓർഗാനിസം വിച്ച് ക്യാരി അല്ലെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദ ഓർഗാനിസംസ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? അവർക്ക് ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ, പെർട്ടിക്കുലർലി മൈക്രോ ഓർഗാനിസം അവർ ഡിസീസ് കോസിങ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്തോജൻ. അപ്പൊ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്തോജൻ. അങ്ങനെ അല്ലാത്ത ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസവും നമുക്കുണ്ട്. അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എവിടെ കാണാം? ഇൻക്ലൂഡിങ് ഇൻ അവർ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലും നിങ്ങൾക്ക് അങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കിക്കേ സം മൈക്രോബ്സ് ആർ എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ പ്രോസസ് വൈൽ അതേഴ്സ് കോസ് ഡിസീസസ് ആൻഡ് സ്പോയിലേജ്. Their diverse role include nutrient cycling, producing food and drug and breaking down waste എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്താണെന്നുള്ളത് വൺ ബൈ വൺ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. അപ്പൊ നോക്കിക്കേ, വൈ മൈക്രോബ്സ് ആർ ഇമ്പോർട്ടന്റ്. നോക്കിക്കേ, എൻവയോൺമെന്റൽ റോൾസ്. ഇവർക്ക് എന്തുണ്ട്? കുറച്ച് എൻവയോൺമെന്റലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റോൾസ് ഉണ്ട്. ഹ്യൂമൻ ഹെൽത്തിൽ അവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി ആൻഡ് ഹൗസ് ഹോൾഡ് യൂസേഴ്സ് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൈക്രോബ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ റോൾസ് എന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അല്ലെ, എൻവയോൺമെന്റലി ഇവർക്ക് എന്താണ് റോൾ ഉള്ളത്? ഇവിടെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. എന്ത് ഈ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്? വൺസ് ഈ ലിവിങ് ഓർഗാനിസം ഒക്കെ ഡെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ന്യൂട്രിയൻസും അതേപോലുള്ള ബാക്കിയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ മണ്ണിനോട് ചേരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഏത് ഓർഗാനിസത്തിനെ അല്ലെ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങും? അവരുടെ ബോഡി ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഈ ഡീകമ്പോസിഷനിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആളുകൾ ഈ മൈക്രോബ്സ് ആണ്. പിന്നെ ഹ്യൂമൻ ഹെൽത്ത് അല്ലെ, നമ്മുടെ ഫുഡ് ഡൈജഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡസ്ട്രി ആൻഡ് ഹൗസ് ഹോൾഡ് യൂസേഴ്സ്. നിങ്ങൾക്ക് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി അറിയാമോ? നമ്മുടെ വൈന്, ഇതുപോലത്തെ യോഗട്ട്സ്, ഇവിടെയൊക്കെ ആര് വഹിക്കുന്നുണ്ട്? ഈ മൈക്രോബ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളിലൊക്കെ ആരുണ്ട്? മൈക്രോബ്സ് ഉണ്ട്. പിന്നെ വേസ്റ്റ് ട്രീറ്റ്മെന്റ്, സീവേജ് ഡിസ്പോസലിലൊക്കെ നിങ്ങൾക്ക് ആരെ കാണാൻ വേണ്ടി പറ്റും? നമ്മളുടെ ഈ ഒരു മൈക്രോബ്സിനെ കാണാൻ സാധിക്കും. സോ ദേ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. അപ്പോൾ പാത്തോജൻസും ഉണ്ട്, ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസവും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ കൃത്യമായിട്ട് മൈക്രോബ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.